യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് സ്ഥിരം വരാറുള്ള കമൻറ്റാണ് എളുപ്പപ്പണിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് നല്ലൊരു ഷാമ്പു പറഞ്ഞു തരുമോ, അഫോർഡബിൾ ഷാമ്പു പറഞ്ഞു തരുമോ, മെഡിക്കേറ്റഡ് ഷാമ്പു പറഞ്ഞു തരുമോ, അങ്ങനെ പല മെസ്സേജുകൾ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഷാമ്പു തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകണില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഷാമ്പു ചെയ്യേണ്ട കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഷാമ്പു എടുക്കുന്നു, പതപ്പിക്കുന്നു, അത് പിന്നെ മുടിയിൽ തേക്കുന്നു, ഒരു മിനിറ്റ് കൂടിപ്പോയാൽ നമ്മൾ മുടിയിൽ ആ ഷാമ്പു ഒരുക്കുമായിരിക്കും. അതിനുശേഷം നമ്മൾ അത് കഴുകി കളയുകയാണ്. ഇത്രയും നേരം കൊണ്ട് ഈ ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് പോണത്? കാരണം മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട്സിൽ നിന്ന്, ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മുടി കൊഴിച്ചിൽ. ആ റൂട്ടിന് ബലം കുറയുന്ന സമയത്ത് നമ്മുടെ മുടി ഊരി പോകുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതിന് ഈ ഒരു മിനിറ്റ് കൊണ്ടുള്ള ഷാമ്പു ട്രീറ്റ്മെന്റിൽ നിന്നും മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് പോണില്ല. മാത്രമല്ല എക്സ്ട്രാ ആയിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുള്ള സമയത്ത് നമ്മൾ ഷാമ്പു ചെയ്യുമ്പോൾ കൂടുതലും മുടി കൊഴിഞ്ഞ് കയ്യിൽ ഇങ്ങനെ വരെയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇതാ ഈ കാണുന്ന സാധനം. ആൽക്സ് ഫിറ്റ്നസിന്റെ റോസ്മേരി വാട്ടർ ആണ് ഇത്. റോസ്മേരി വാട്ടർ ആണോ? ഉള്ള റോസ്മേരി അത്ര യൂസ് ചെയ്ത് എന്റെ മുടി അത്രയും കൊഴിഞ്ഞു പോവാണ് എന്നുള്ള പരാതി പറയാൻ വേണ്ടിയിട്ട് വരട്ടെ. റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ മുടി കൊഴിച്ചിൽ വരുന്ന സങ്കടമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി വാട്ടറോ അല്ലെങ്കിൽ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വരത്തില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മുടി കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് തലയൊട്ടിയിൽ വേണം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ട് മുടി കെട്ടി വയ്ക്കുക, കിടന്നുറങ്ങുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്തതിന് ശേഷം കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യൂസ് ചെയ്യുക. എന്നിട്ട് അത് മുടിയിൽ അങ്ങ് വിട്ടേക്കുക. പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറാനും പെട്ടെന്ന് തന്നെ മുടി നീളം വെക്കാനും ഫാസ്റ്റർ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ബേബി ഹെയർസ് ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഡെയിലി ഇത് മുടിയിൽ യൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ. ആഴ്ചയിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഡെയിലി ഇതുപോലെ സ്പ്രേ ചെയ്ത് മസാജ് കൊടുത്ത് കെട്ടിവെച്ച് കിടന്നുറങ്ങുന്നതായിരിക്കും ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ തലയോട്ടിയിൽ എല്ലായിടത്തും ഈ ഒരു റോസ്മേരി വാട്ടർ എത്തി എന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് മുടി എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ എല്ലായിടത്തും എത്തി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എന്നിട്ട് നമുക്ക് അങ്ങ് കിടന്നുറങ്ങിയാൽ മാത്രം മതി. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാൾ മാറുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് മുടി നീളം വയ്ക്കുകയും ചെയ്യും കേട്ടോ. ഈ ഒരു റോസ്മേരി വാട്ടർ കുറേ മാസങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് യൂസ് ചെയ്യണ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് തൂക്കിപ്പറക്കി എടുത്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ, ഇപ്പം മഴ സീസൺ തുടങ്ങിയില്ലേ മക്കളെ. ഈ മഴ സമയത്ത് നമ്മൾ എങ്ങനെ കുറേ നേരം ഹെയർ പാക്ക് എടുത്ത് തലയിൽ വെച്ചിരിക്കും? ഈ സമയത്ത് കുളിക്കണ തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു 1/4 മണിക്കൂർ ഹെയർ പാക്ക് ഒക്കെ തലയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്? അത് മാത്രമല്ല ഈ മഴ സമയത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് അരിച്ച് പിന്നെ തലയിൽ തേച്ച് പിന്നെ കുളിച്ചെടുത്ത് വരുമ്പോഴത്തേനും 1 മണിക്കൂർ എന്തായാലും കഴിയും. അതിനുള്ളിൽ തന്നെ നമുക്ക് പനി, ജലദോഷം, തലവേദന എല്ലാം പിടിക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ സൈനസ് ഉള്ളവർ വീഴാൻ ഇത് മാത്രം മതി. സൈനസ് ഉള്ളവർ പിന്നെ ഈ തണുപ്പ് സമയത്ത് ഹെയർ പാക്കിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ നമുക്ക് ഈ മഴ സമയത്ത് ഹെയർ പാക്കിന് പകരം ഇങ്ങനെയുള്ള എളുപ്പ പണികളായിരിക്കും കൂടുതലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതിന്റെ ഒരു പ്രത്യേക ടൈം ടേബിൾ ഞാൻ ഇനി തൊട്ട് ഇടാം. ഈ ഒരു മാസം എന്തായാലും മഴയായിരിക്കും. നമുക്കപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു നിർവാഹവും ഇല്ല. ഷാമ്പൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഷാമ്പു പോലെ ഒരു ഉഡായിപ്പ് ട്രീറ്റ്മെന്റ് അല്ല. ഇത് നമ്മുടെ റൂട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് റൂട്ട് ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ അവിടെ തടഞ്ഞു വെക്കും. മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ആൽക്സ് ഫിറ്റ്നസിന്റെ റോസ്മേരി വാട്ടർ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്തത്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഞാൻ ഇത്രയും രണ്ടാമത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹെയർ പാക്ക് ഒക്കെ ഇടാൻ പറ്റാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഒരു എളുപ്പ പണി ആയതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റോക്ക് ചെയ്തും കൂടെ വെച്ചത്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എനിക്ക് 1 മാസത്തേക്ക് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയും ക്ലിപ്പും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത്രയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഇത് മാത്രമേ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, എന്തെങ്കിലും ഹെയർ പ്രോഡക്റ്റ് ആയിട്ട്. ആ ഒരു സമയത്ത് എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്ന ഹെയർ ഫോൾ ആണ് ഇത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഹെയർ ഫോൾ ഒന്നുമില്ല. കണ്ടോ, കംപ്ലീറ്റ്ലി നോർമലായി എന്ന് തന്നെ പറയാം. ഒരു മുടി പോലും കൊഴിയുന്നില്ല. കണ്ട, എത്ര വലിച്ചു പിടിച്ചാലും കൊഴിയില്ല. മുടി കൊഴിച്ചിലില്ലാന്ന് മാത്രമല്ല, ഇഷ്ടം പോലെ ബേബി ഹെയർസും ഉണ്ട്. കണ്ട, ആ ബേബി ഹെയർസിനൊക്കെ നല്ല ലെങ്തും ഉണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ട് റോസ്മേരി നമുക്കൊരു റിസൾട്ട് തരും. അതുകൊണ്ടാണ് ഞാൻ റോസ്മേരി എൻ്റെ ഓയിലിൽ പോലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി റോസ്മേരി യൂസ് ചെയ്തിട്ട് എനിക്ക് റോസ്മേരി യൂസ് ചെയ്ത് കാരണം ഒരുപാട് ഹെയർ ഫോൾ വരുന്നു എന്ന് പരാതി പറയുന്ന ഒരുപാട് പേരെ ഞാൻ കമന്റ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഈ റോസ്മേരി എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രശ്നം മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് റോസ്മേരി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലാണ്. ഇതിന് കാരണം എന്ന് വെച്ചാൽ പുതിയൊരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഹെയറുമായിട്ട് കോൺടാക്ട് വരെയല്ലേ. അപ്പം നിങ്ങളുടെ ഹെയർ അതിനെ റിജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതെങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ പതിയെ
നിങ്ങളുടെ മുടിയിലോട്ട് അത് എത്തിച്ച് ആ മുടീനെ അതുമായിട്ട് യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനൊരു പറ്റിയ ടൈം ടേബിൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഈ ഒരാഴ്ച തിങ്കളാഴ്ചയാണ് റോസ്മേരി യൂസ് ചെയ്യണമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആഴ്ച റോസ്മേരി യൂസ് ചെയ്യരുത്. അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ റോസ്മേരി പിന്നെ യൂസ് ചെയ്യണം. പിന്നെ യൂസ് ചെയ്യരുത്. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച പിന്നെ തിങ്കളാഴ്ച റോസ്മേരി യൂസ് ചെയ്യണം. അങ്ങനെ ഒരു 3 ആഴ്ചയോളം തിങ്കളാഴ്ച മാത്രം നിങ്ങൾ റോസ്മേരി യൂസ് ചെയ്യാം. 4-ാമത്തെ ആഴ്ച തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾ റോസ്മേരി യൂസ് ചെയ്യുക. 5-ാമത്തെ ആഴ്ച പിന്നെയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും റോസ്മേരി യൂസ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് കൃത്യം 6-ാമത്തെ ആഴ്ച നിങ്ങൾക്ക് ഒരു ഹെയർ ഫാളും ഇല്ല, ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ 7-ാമത്തെ ആഴ്ച ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഈ 3 ദിവസങ്ങളിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു ടൈം ടേബിൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ ഫാൾ കുറയുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് റോസ്മേരി യൂസ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് ഹെയർ ഫാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ്ലി മാറും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് 12 ആഴ്ചയ്ക്കുള്ളിൽ 3 മടങ്ങ് നിങ്ങളുടെ ഹെയർ ഫാൾ കംപ്ലീറ്റ്ലി മാറ്റുന്ന ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണതിൽ ഒരു തെറ്റുമില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ സബ്സ്ക്രൈബേഴ്സ് ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ച് നോക്കിയത്. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഇതിന്റെ ഒരു റിവ്യൂ ഒന്ന് കമന്റും കൂടെ ചെയ്യണം. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, കമന്റിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. ഓൾസോ ഇത് പർപ്പിളിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓർഡർ ചെയ്ത് വിത്തിൻ 2 to 3 hours തന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഡെലിവറി ആയി കിട്ടും. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ മൺസൂൺ സമയത്തുള്ള ഹെയർ കെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതിന്റെ ടൈം ടേബിൾ എങ്ങനെയാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെയർ പാക്ക്, ഹെയർ ടോണർ, വാട്ടർ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടേക്കാം, വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.